ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടെങ്കിൽ ഞങ്ങൾ മറ്റേ ഒരു ഫാമിലി പോയിട്ട് ഓറഞ്ച് പറിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അത്യാവശ്യം കുറേ ഓറഞ്ച് കിട്ടി. പിന്നെ ഇവിടെ റൂമിൽ എനിക്ക് കുറേ ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ, ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് മേടിച്ചു. അപ്പം ഇതെല്ലാം അവിടെ ഇരുന്നിട്ട് ഇനി ചീത്തയാവാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഓർത്തു അപ്പം ഓറഞ്ച് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തനം. പിന്നെ കുറേ നാളായി കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്കൊരു ഓറഞ്ചിൻ്റെ കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം ഫസ്റ്റിൽ നമ്മൾ ഓറഞ്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിന് നീരെടുക്കണം. എന്നിട്ട് അത് ചെറുതായിട്ട് നമ്മൾ കുറുക്കി നമ്മൾ ആ മിക്സിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ കേക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ സ്കിന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കണം. നമ്മളിതിലേക്ക് നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ജ്യൂസ് ഇനി ഇതിലേക്ക് നമുക്ക് 100 ml വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം കുറവ് വേണ്ടവർക്ക് മധുരം കുറച്ച് ഉപയോഗിക്കാം കേട്ടോ. പഞ്ചസാര ഇട്ടു. നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. നമ്മൾ ആ മിക്സ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. സോഡ, ബേക്കിംഗ് സോഡ, ഇത് ബേക്കിംഗ് പൗഡർ. ആവാനായിട്ടുള്ള രീതിയിൽ അടിച്ചെടുക്കുക. ഇനി നമ്മൾ അടിച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുറച്ചും ഉണ്ടാക്കി വെച്ചിരുന്ന ആ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ കേക്കിന് നല്ലൊരു ഓറഞ്ച് കളർ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പയ്യെ ഇട്ട് കൊടുക്കാം, കുറച്ച് വീതം. നമുക്കിനി ഈ മിക്സ് നമ്മുടെ പാനിലേക്ക് ഒഴിക്കാം. ബേക്കിംഗ് പാനിലേക്ക് നമ്മൾ നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം, അതിനകത്ത് എയർ ബബിൾസ് എല്ലാം പോകാനായിട്ട്. ഇനി നമുക്ക് ഈ കേക്ക് നമ്മുടെ ഓവനിലേക്ക് വെച്ചിട്ട് ഏകദേശം 220 ഇട്ടിട്ട് നമുക്കൊരു 1/2 hour കുക്ക് ചെയ്യാം. ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഓവന്. നമുക്ക് 220 ഇട്ടിട്ട് ഒരു 30 minutes കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ കേക്ക് പയ്യെ കുക്കായിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലൊഴിക്കാനുള്ള ഷുഗർ സിറപ്പ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് ക്രീമൊക്കെ തേച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓറഞ്ച് ഫ്ലേവർ കേക്കാണ്. ഞാൻ പിന്നെ ഒരു ഡാൽഗോണ കേക്കായിട്ടല്ല, ചെറിയൊരു പുഡിംഗ് പോലെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ ഓറഞ്ച് കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മുടെ ഡാൽഗോണ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കുറച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മളങ്ങനെ ഡാൽഗോണ കേക്കിൻ്റെ സെറ്റിങ്ങിലേക്ക് പോകണം. ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് വെച്ചു. നമുക്കിതിലേക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം അത്യാവശ്യം നല്ല രീതിയിൽ, ബാഗില്ലെങ്കിലും നോർമൽ കവറിലാക്കിയാൽ മതി. കാരണം ഡിസൈനും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല.
നമ്മൾ ജസ്റ്റ് ഇത് ഫോയിൽ പേപ്പറിലേക്ക് വെക്കുന്നു. നമ്മൾ ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്യുന്നു. നമ്മുടെ ഓറഞ്ച് കേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അതുപോലെ തന്നെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ചോക്ലേറ്റും കാഷ്നട്ടോടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ, ലാസ്റ്റ് രണ്ട് ലെയർ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ബാക്കി വന്ന് ഡാർക്ക് സിറപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഞാൻ 2 ലെയറും ഫുള്ള് ക്രീം ഇട്ടു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും പിന്നെ കാഷ്നട്ടോട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഓറഞ്ചിൻ്റെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊരു എന്താ പറയുന്നത്, കേക്കല്ല, നമുക്ക് പിന്നെയാണ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പയ്യെ ബൈറ്റ്സ് ബൈ ബൈറ്റ്സ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന രീതിയിൽ ഒരു സൈഡ് നമ്മൾ എടുത്താലും പിന്നെ ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. മൊത്തമുള്ളത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ കേക്കെല്ലാം ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈകുന്നേരം കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, കമുത്തിയതാ പൊട്ടാ. ഇത് കഴിക്കുന്നിട്ട് ഇത് മുറിച്ചിട്. അത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ തന്നെ കഴിയില്ല. അങ്ങനെ അറബിന്റെ മുറുക്കെ പിടിക്കാൻ എന്താടാ പ്രശ്നം? കാരണവന്മാര് നമ്മളവിടെ പോയി. നമ്മൾ മറ്റേ ഫാമിൽ പോയില്ലായിരുന്നോ? താങ്ക് യു സാർ.